തൃശൂരിലെ പുത്തഞ്ചിറ ഗ്രാമത്തിൽ 1876 ഏപ്രിൽ 26 തോമ അന്ന ദമ്പതികളുടെ പുത്രിയായി മറിയം ത്രേസ്യ ജനിച്ചു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ മറിയം ത്രേസ്യ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ അതിയായ താൽപ്പര്യം കാട്ടിയിരുന്നു. ചെറുപ്പത്തിലെ തന്നെ പുണ്യവതി എന്ന പേര് സമ്പാദിച്ച ത്രേസ്യയ്ക്ക് താൻ ഈശോയോടുകൂടെ കരയാനും സഹിക്കാനും ഉണർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും വിളിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് തോന്നി. അതിനായി പലവിധ പ്രായശ്ചിത്തങ്ങളും അനുഷ്ഠിച്ചിരുന്നു. 5-ാം വയസ്സ് മുതൽ ത്രേസ്യ ഉപവാസം അനുഷ്ഠിച്ചു തുടങ്ങി. അവൾ അമ്മയോട് പറയുമായിരുന്നു, നല്ലവനായ ദൈവം സഹിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്കെങ്ങനെ കളിച്ചുല്ലസിക്കാനാകും? തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമായി അവൾ കരുതിയത് തൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണമാണ്. പല പ്രാവശ്യം ഈശോയും മാതാവും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി വേളകളിൽ പഞ്ചക്ഷതങ്ങൾ അനുഭവപ്പെടുകയുമുണ്ടായി. 1912 നവംബർ 26 ത്രേസ്യ തൻ്റെ ദൈവവിളി വിവേചിച്ചറിയുന്നതിനു വേണ്ടി 2 മാസത്തേക്ക് ഒല്ലൂരുള്ള കർമ്മലീത്ത മഠത്തിൽ പ്രവേശിച്ചു. അവളുടെ ആധ്യാത്മിക പിതാവായ ജോസഫ് വിധേയത്തിലച്ഛൻ്റെയും മാർ മേനാച്ചേരി പിതാവിൻ്റെയും അനുവാദത്തോടെ പുതിയ സന്യാസിനി സഭയുടെ പ്രഥമ ഭവനം 1913 ജനുവരി 27 ആരംഭിച്ചു. 1914 മെയ് 14 അതൊരു മഠമാക്കി. അങ്ങനെ തിരുകുടുംബ സന്യാസിനി സഭ സ്ഥാപിതമായി. സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച ആ സന്യാസിനി 1926 ജൂൺ 8 ദിവംഗതയായി. ഈശോ, മറിയം, യൗസേപ്പെ, എൻ്റെ ഹൃദയവും ആത്മാവും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നതായിരുന്നു അവളുടെ അന്തിമ വചസ്സുകൾ.